وعليكم السلام ورحمة الله وبركاته. الحمد لله كفى والسلام على عباده الذين اصطفى أما بعد. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരളിന്റെ കഷണമായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ മകനാണ് ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു. കർബല യുദ്ധത്തിൽ യസീദ് എന്ന് പറയുന്ന ക്രൂരനായ ഭരണാധികാരിയുടെ നേതൃത്വത്തിലുള്ള പോരാട്ടത്തിൽ ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു ഷഹീദായത് നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ ശരീരം കർബലയിലും തല ഫലസ്തീനിലുമാണ് അടക്കം ചെയ്തത്. ബദറുൽ ജമീൽ എന്ന് പറയുന്ന ഭരണാധികാരിയുടെ കാലഘട്ടത്തിൽ ഈജിപ്തിലെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ 30,000 പവൻ സ്വർണം കൊടുത്ത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ തല വാങ്ങി ഇവിടെ കൊണ്ടുവന്നടക്കി. അന്ന് ഈജിപ്ത് മുഴുവനും അലങ്കരിച്ചു, വളരെ ഭംഗിയാക്കി, വളരെ മനോഹരമാക്കി, വലിയ സ്വീകരണം കൊടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്നടക്കിയതാണ്. കാരണം ഇത് ലോകം പടയ്ക്കുന്നതിന് കാരണക്കാരനായ മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടിയാണ്. മദീനയുടെ സുഗന്ധം പോലെ നമുക്ക് പുറത്തു നോക്കുമ്പോൾ കുടയുടെ മിനാരങ്ങളുടെ കുട നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പൊന്നുമോന്റെ സിയാറത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് സ്വർഗം തരുമാറാകട്ടെ. സ്വർഗത്തിലെ യുവാക്കളുടെ നേതാവാണ് ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു. റസൂലുള്ള ഏറെ പുന്നാരിച്ച മകനാണ്. 2 കവിളത്തും നെറ്റിത്തടത്തിലും റസൂലുള്ള മുത്തം കൊടുക്കാത്ത ഒറ്റ ദിവസം പോലും ഉണ്ടായിരുന്നില്ല. ആ പുണ്യ ശരീരമാണ്, ആ പുണ്യ തലയാണ് അൽഹംദുലില്ലാ ഇവിടെ കിടക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ സ്വർഗത്തിൽ യുവാക്കൾക്ക് ഈ മഹാൻ നേതൃത്വം കൊടുക്കുമ്പോൾ ഏറ്റവും പുറകിലൂടെയെങ്കിലും കടക്കാനുള്ള തൗഫീക്ക് അല്ലാഹു നമുക്ക് തരുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു വിശപ്പടക്കാൻ നിവർത്തിയില്ലാതെ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മാരിടത്തിലെ പാല് പോലും വറ്റിപ്പോയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ചരിത്രത്തിൽ. അപ്പോ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു വന്ന ആ കുടുംബത്തെ സഹായിച്ച വിവരം റസൂലുള്ളാഹി അറിഞ്ഞപ്പോൾ കെട്ടിപ്പിടിച്ചിട്ട് നബി തങ്ങൾ മുത്തം കൊടുത്തിട്ട് പറഞ്ഞു, ബിലാലെ, എന്റെ പ്രിയപ്പെട്ട മക്കളുടെ വിഷമം മാറ്റിയതിന് നിനക്ക് അല്ലാഹു വലിയ പദവി തരുമെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. അങ്ങനെ പറഞ്ഞത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോടുള്ള, ഹസൻ റളിയല്ലാഹു അൻഹുവിനോടുള്ള മഹബ്ബത്ത് കൊണ്ടാണെങ്കിൽ അല്ലാഹു തആല ബന്ധം നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. ഒരിക്കൽ 2 മക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു തമ്മിൽ പിണങ്ങി. എന്തോ ചെറിയ വിഷയത്തിൽ പിണങ്ങി. നബിതങ്ങളോട്, ഇദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനാണ് ഹസൻ റളിയല്ലാഹു അൻഹു. ഹസൻ റളിയല്ലാഹു അൻഹു ചെന്നിട്ട് പറഞ്ഞു, ഹുസൈൻ റളിയല്ലാഹു അൻഹു വന്ന് ഇദ്ദേഹം ചെന്നിട്ട് പറഞ്ഞു, നബിയെ, എന്റെ ജ്യേഷ്ഠൻ എന്നോട് മിണ്ടുന്നില്ല. മുതിർത്തവനാണല്ലോ, ഈ പിണങ്ങിയാൽ മൂത്ത ആളാണ് വന്ന് ഇങ്ങോട്ട് സംസാരിക്കാനുള്ളത്, അതുകൊണ്ട് സംസാരിക്കണില്ല നബി എന്ന് പറഞ്ഞപ്പോൾ നബിതങ്ങൾ വിളിച്ചു, കാര്യം ചോദിച്ചു. പിണങ്ങിയിട്ട് 3 ദിവസം കഴിഞ്ഞ് എന്തുകൊണ്ട് ഇണങ്ങുന്നില്ല എന്ന് ഹസൻ റളിയല്ലാഹു ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാനൊരു സ്വപ്നം കണ്ടു. പരസ്പരം പിണങ്ങിയിരുന്നിട്ട് ആദ്യം ആരാണോ സലാം പറയുന്നത് അവർക്ക് സ്വർഗമുണ്ട് എന്ന് നബിതങ്ങൾ പറയുന്ന മനോഹരമായ സ്വർഗത്തിന്റെ ഒരു കൊട്ടാരം കണ്ടു എന്ന് നബിതങ്ങളോട് ഹസൻ റളിയല്ലാഹു പറഞ്ഞപ്പോൾ ഈ മഹാനായ ഹുസൈൻ റളിയല്ലാഹു ജ്യേഷ്ഠനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, നമുക്ക് അല്ലാഹു സ്വർഗത്തിൽ ഒരുമിക്കാൻ ഭാഗ്യം തരട്ടെ എന്ന്. അങ്ങനെ ജീവിതത്തിലെ വലിയ ഭാഗ്യമാണ്. ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഈ സ്ഥാപനത്തിൽ പഠിച്ചത് തന്നെ അഹ്ലുബൈത്തിന്റെ ഏറ്റവും വലിയ പ്രഭയുടെ വെളിച്ചത്തിന്റെ തെളിവാണ്. കാരണം അസ്ഹർ യൂണിവേഴ്സിറ്റിയാണ് ഇതിന്റെ തൊട്ടടുത്ത്. അഹ്ലുബൈത്തിന്റെ പ്രഭാഗോപുരമാണ് പാണക്കാട് സാദാത്യങ്ങൾ സയ്യിദന്മാർ. അൽഹംദുലില്ലാഹ് ഇവിടെ കിടക്കുന്നത് അഹ്ലുബൈത്തിന്റെ രാജകുമാരനാണ്. അല്ലാഹു മരിക്കുന്നത് ഒരു അഹ്ലുബൈത്തിനെ പ്രേമിക്കാനും ഇഷ്ടപ്പെടാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽ ഫാത്തിഹ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ്
يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ونبينا ومولانا محمد. اللهم إنا نسألك بحق الفاتحة المعظمة والسبع المثاني أن تفتح لنا كل خير، وأن تتفضل علينا بكل خير، وأن تجعلنا من أهل الخير، وأن تعاملنا يا مولانا معاملتك لأهل الخير. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. അർഹമർറഹീമായ കരുണക്കടലായ രാജ് സയ്യിദായ പടച്ചവനെ, ഞങ്ങളുടെ സിയാറത്ത് നീ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് റബ്ബേ? നിന്റെ പുന്നാര പൂവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരളിന്റെ കഷണമായ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ പൊന്നുമോൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ചാരത്താണ് റഹ്മാനെ. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ റബ്ബേ, നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നീ ഖബൂലാക്കണേ റബ്ബേ. മഹാന്റെ കറാമത്തുകളെ നീ അധികരിപ്പിച്ചു കൊടുക്കണേ തമ്പുരാനെ. സാധുക്കളാലെ ഞങ്ങൾ പല ഭാഗത്തിരുന്ന് ഒരുമിച്ച് കൂടി ഇതിനു വേണ്ടി ഒന്നിച്ചു വന്നവരാണ് തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ശാരീരികമായ മാനസികമായ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റിത്തരണേ റബ്ബേ. കരുണക്കടലായ പടച്ചവനെ, ഞങ്ങളുടെ ചെറിയ മക്കളെ പിഞ്ചു പ്രായത്തിൽ നീ മരിപ്പിക്കല്ലേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കുഞ്ഞുമക്കളെ മരിപ്പിച്ച് ഞങ്ങളെ പരീക്ഷിക്കല്ലേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ മക്കളെ നീ യതീമീങ്ങളാക്കി കളയല്ല റബ്ബേ. അല്ലാഹുവേ പടച്ചവനെ, ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബത്തിൽ നീ ഐശ്വര്യം ചൊരിയണം റഹ്മാനെ. മരിക്കുന്നത് വരെയും അഹ്ലു ബൈത്തിനെ പ്രേമിക്കാനും ഇഷ്ടപ്പെടാനുമുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ. സയ്യിദന്മാരെ, സാദാത്യങ്ങളെ, മുഹിബ്ബീങ്ങളെ വല്ലാതെ മഹബ്ബത്ത് വെക്കാനുള്ള ഭാഗ്യം നൽകണം റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഈ അഹ്ലു ബൈത്തിന്റെ രാജകുമാരന്റെ ചാരത്ത് ഞങ്ങൾ വന്നു നിന്നപ്പോ എന്തെങ്കിലും അദബ് കേട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് മാപ്പാക്കി തരണം തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ട് തമ്പുരാനെ. എല്ലാം നീ പരിഹരിക്കണം റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഈമാനോടെ മരിക്കാൻ കൊതിക്കുന്നവരാണ് ഞങ്ങൾ. അതിനുള്ള മഹാഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, ഉമ്മച്ചിയെ വാരിപ്പുണർന്നിരുന്ന ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ പൊന്നാര ഉമ്മാക്ക് സ്വർഗം കൊടുക്കണം അല്ലാഹുവേ. പടച്ചവനെ, ഞങ്ങളുടെ പൊന്നാര ഉപ്പാക്ക് നിന്റെ പൊരുത്തം കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കൾക്ക് നീ ഉഖ്റവിയായ ഉലമാക്കളിൽ പെടാനുള്ള ഭാഗ്യം കൊടുക്കണം അല്ലാഹുവേ. സിയാറത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്കോ ഞങ്ങളുടെ കുടുംബത്തിനോ മാരക രോഗത്തിന്റെ അണുക്കളുണ്ടെങ്കിൽ നീ കരിച്ചു കളയണം അല്ലാഹുവേ. ഞങ്ങൾ ഒന്നിനും കഴിവില്ലാത്തവരാണ് റബ്ബേ, ഒന്നിനും കഴിവില്ലാത്തവരാണ് തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ എല്ലാവിധത്തിലുള്ള ആഫിയത്തും ആരോഗ്യവും സന്തോഷവും സമ്പന്നതയും സമ്പൽ സമൃദ്ധിയുടെ ഐശ്വര്യത്തിന്റെ കവാടങ്ങളും തുറന്നു തരണേ അല്ലാഹ്. എത്ര കോടിക്കണക്കിന് രൂപയുണ്ടെങ്കിലും ഒരു അസുഖം വന്നാൽ കഴിഞ്ഞു തമ്പുരാനെ. അല്ലാഹുവേ, മാരക രോഗങ്ങളുടെ അണുക്കളെ നീ നശിപ്പിച്ച് കളയണം റഹ്മാൻ. ഞങ്ങളോടൊപ്പമുള്ള ഒരുപാട് സഹോദരങ്ങൾ, അവരുടെ സമ്പത്ത് കാരണമായി ദീനീ സ്ഥാപനങ്ങൾ, അറബി കോളേജുകൾ, യതീം ഖാനകൾ,
അള്ളാഹുവെ സാധുക്കളായ രോഗികൾ ഒരുപാട് പേർക്ക് ആശ്വാസം കിട്ടുന്നുണ്ട് റഹ്മാനെ. അള്ളാഹുവെ ആ പ്രിയപ്പെട്ടവർക്കൊക്കെ നീ ആഫിയത്തും സമ്പത്തിൽ ബറക്കത്തും കൊടുക്കണം റഹ്മാനെ. അള്ളാഹുവെ സാധുവായ സഹോദരൻ കഷ്ടപ്പെട്ട് നടത്തുന്ന ആ ദുരാലയത്തെ സഹായിക്കുന്നവർ, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നവർ, അവർക്ക് മരുന്ന് കൊടുക്കുന്നവർ, അവരെ നീ അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവെ വടക്കം മലബാർ പോലെ ഞങ്ങളുടെ നാട്ടിൽ സ്ഥാപനങ്ങൾ കുറവാണ് തമ്പുരാനെ. അള്ളാഹുവെ സുന്നത്ത് ജമാഅത്തിന്റെ ദീനീ കലാലയങ്ങൾ ഞങ്ങളുടെ നേതൃത്വത്തിൽ ഞങ്ങളുടെ നാട്ടിലും കെട്ടിപ്പടുക്കാനുള്ള തൗഫീഖ് നീ നൽകണം റഹ്മാനെ. അള്ളാഹുവെ അൽ-അസ്ഹർ യൂണിവേഴ്സിറ്റി കാണുമ്പോൾ രോമാഞ്ചമുണ്ടാകുന്നുണ്ട് തമ്പുരാനെ. എന്റെ മുത്തിന്റെ പൊന്നുമോള് ഫാത്തിമ റളിയല്ലാഹു അൻഹ പേരിനോട് ചേർത്തിട്ടിരിക്കുന്ന സ്ഥാപനമാണ് തമ്പുരാനെ. അള്ളാഹുവെ ഞങ്ങളുടെ നാട്ടിലും ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ തരണം റഹ്മാനെ. അള്ളാഹുവെ പടച്ചവൻ അതിന് പ്രവർത്തിക്കുന്ന സംഘടനകളെ, അതിന് പ്രവർത്തിക്കുന്ന നേതാക്കന്മാരെ മുഴുവനും നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ ഞങ്ങളുടെ സമ്പത്ത് നീ നശിപ്പിച്ചുകളയല്ല, ില്ലാത്ത സുത്താക്കല്ല റഹ്മാനെ. കരുണക്കടലായ പടച്ചവനെ, സമ്പത്ത് മുഴുവനും രോഗത്തിന്റെ മരുന്നിന് ചിലവഴിക്കുന്ന അവസ്ഥ ഞങ്ങൾക്ക് നീ വരുത്തല്ലേ റഹ്മാനെ. ഞങ്ങൾക്ക് നീ വരുത്തല്ലേ തമ്പുരാനെ. അള്ളാഹുവെ ഞങ്ങളുടെ പൊന്നോമന മക്കളെ നീ നല്ല സോലിഹ്യങ്ങളും സോലിഹത്തുകളും ആക്കണം റഹ്മാനെ. അള്ളാഹുവെ പടച്ചവനെ, ഞങ്ങൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ പടച്ചവനെ ഈ പരിശുദ്ധ സ്ഥലത്തിന്റെ ബറക്കത്തുകൊണ്ട്, ഈ സിയാറത്തിന്റെ ഹക്ക് കൊണ്ട് പൊറുക്കണം റഹ്മാനെ. പൊറുക്കണം തമ്പുരാനെ, പൊറുക്കണം റഹ്മാനെ. അല്ലാഹുവേ, പാപത്തോടുകൂടി മരിക്കുന്ന ഹതഭാഗ്യരാക്കി മാറ്റല്ല റഹ്മാനെ. ഈ സിയാറത്തിന്റെ, ഈ യാത്രയുടെ ഓരോ നിമിഷത്തിലും ഞങ്ങളുടെ പാപങ്ങൾ നീ പൊറുക്കണേ അല്ലാ. ഞങ്ങളുടെ പാപങ്ങൾ നീ പൊറുക്കണേ അല്ലാ. ഞങ്ങളുടെ പാപങ്ങൾ നീ പൊറുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ദുആ നീ സ്വീകരിക്കണേ അല്ലാ. على النبي محمد وآله وصحبه أجمعين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد رب صل عليه وسلم. 5 മിനിറ്റ് അവരവർക്ക് വേണമെങ്കിൽ ചെറിയ അവരവരുടെ ഒരു സെപ്പറേറ്റ് 5 മിനിറ്റ് വേണമെങ്കിൽ ചെയ്തോളി. അത് കഴിഞ്ഞിട്ട് വുളൂഉള്ളവർക്ക് 2 റക്അത്ത് നമസ്കരിക്കാം. ഇല്ലാത്തൊരു വെടി ഇറങ്ങി വെയിറ്റ് ചെയ്താൽ